രസാ. നേരിൽ കണ്ടപ്പോ ഞാൻ അന്തിച്ചു പോയി. പ്രായമുള്ള ഒരാളാവുന്ന ഞാൻ പേര് കേട്ടപ്പോ വിചാരിച്ചത്. ഇത്രയും യങ്ങാവൂന്ന് ഞാൻ കരുതിയതേയില്ല. പുറത്ത് പഠിച്ചു വളർന്നതുകൊണ്ട് മനസ്സിൽ തോന്നിയത് ഒളിച്ചു വെക്കുന്ന സ്വഭാവം എനിക്കില്ല. ഒരു തരം ലവ് ആണ് എനിക്കിപ്പോ നമ്പ്യേട്ടനോട്. കുട്ടി വെറുതെ പറഞ്ഞതാവും. ഞാൻ കുട്ടിയൊന്നുമല്ല. എന്നെ എലീനാന്ന് വിളിച്ചാ മതി. ആയിക്കോട്ടെ. ഇനി എപ്പോഴാ കാണുക? വീട്ടിലേക്ക് എന്നെ ക്ഷണിക്കുന്നില്ലേ? ക്ഷണിക്കാം. എലീനയുടെ ഫോൺ നമ്പർ തരും, ഞാൻ വിളിക്കാം. അന്ന് രാമവർമ്മ നിന്നെയും കൊണ്ട് അമേരിക്കയിലേക്ക് പോയത് ഇന്നലെ കഴിഞ്ഞ പോലെ എനിക്ക് ഓർമ്മ വരിക. ഞങ്ങളുടെ കണ്ണിൽ ഉദയോ അസ്തമയോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് കാലം കടന്നു പോകുന്നത് അറിയുന്നില്ല. ഒരു നീണ്ട രാത്രി കഴിഞ്ഞപ്പോൾ ഈശ്വരൻ നിന്നെ ഇനി കൊണ്ടുവന്നു. എന്തൊക്കെയാ അച്ഛമ്മ വാങ്ങി വെച്ചിരിക്കുന്നത് കണ്ടോ? നീ പോയ അന്ന് തൊട്ട് എല്ലാ പിറന്നാളിനും സമ്മാനം വാങ്ങിക്കാനുള്ള പണം അച്ഛമ്മ എടുത്ത് മാറ്റി വെക്കും. ഇനി ഞങ്ങൾ വാങ്ങിയാൽ നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് കരുതിയാണ്. അടുത്ത പിറന്നാളിന് എല്ലാം കൂടെ ചേർത്ത് ഞാൻ വലിയൊരു സമ്മാനമാക്കും. ഇനി എന്തൊക്കെ പോഷത്തരങ്ങളാ നിന്റെ അച്ഛമ്മ കാട്ടിക്കൂട്ടിയിരിക്കുന്ന അറിയോ കുഞ്ഞുണ്ണിക്ക്? പോഷത്തൊന്നുമല്ല. പറയട്ടെ. എന്താ ഇത്ര പറയാൻ? നീ പോയ അന്ന് തൊട്ട് നാളെ ഉണ്ണി വന്നാലോ നാളെ കഴിഞ്ഞ് ഉണ്ണി വന്നാലോ എന്ന് പറഞ്ഞ് മാസാമാസം ഉണ്ണിക്ക് ഉടുപ്പ് വാങ്ങാൻ പറയും. കഴിഞ്ഞ 10-20 വർഷമായിട്ട് എല്ലാ ഫാഷനിലുള്ള ഉടുപ്പും സേതുലക്ഷ്മി ഭായയുടെ അലമാരിയിലുണ്ട്. ഇത് കണ്ടോ, കഴിഞ്ഞ മാസം നീ വരുമെന്ന് പറഞ്ഞു വാങ്ങിക്കൂട്ടിയതെല്ലാം ഇട്ടു നോക്കിക്കോളൂ, കൃത്യമായിരിക്കും. ഇനി എന്തൊക്കെ ചെയ്താലാ കൊച്ചുമോനെ സന്തോഷിപ്പിക്കുക എന്നുള്ള ഒരു കൺഫ്യൂഷനില്ല സേതുലക്ഷ്മി ഭായി തമ്പുരാട്ടി. അച്ഛമ്മയുടെ കൂടെ ഉണ്ടാകുക എന്നുള്ളതിലെ ഏറ്റവും വലിയ സന്തോഷം. കണ്ടോ എന്റെ ഉണ്ണി ഒട്ടും മാറിയിട്ടില്ല. അമ്മ ഉണ്ടായിരുന്നപ്പോഴും ഉണ്ണാനും ഉറങ്ങാനും ഒക്കെ അച്ഛമ്മ തന്നെ വേണമായിരുന്നു എന്റെ ഉണ്ണിക്ക്. എന്താ സന്തോഷം കുഞ്ഞുണ്ണിക്കറിയോ? നീ പോയേ പിന്നെ ഇപ്പോഴാ ഈ ആട്ടവും കളിയൊക്കെ. 20 വർഷമായി ആ മുറിക്ക് പുറത്തിറങ്ങിയിട്ടില്ല, ഒന്ന് ചിരിച്ചു കേട്ടിട്ടില്ല, ഉറക്കം മിണ്ടിയിട്ടില്ല. എന്തായാലും ഇപ്പോഴെങ്കിലും ഈ കാത്തിരിപ്പിന് അർത്ഥം ഉണ്ടായല്ലോ. അതവനാണല്ലോ. മോൻ ഇതൊക്കെ ഒന്ന് ഇട്ടു നോക്കിയേ. പാകം അല്ലെങ്കിൽ മാറ്റിയെടുക്കാനാ. കുഞ്ഞുണ്ണി, ഇത് ആരാ വന്നിരിക്കുന്നു നോക്കിയേ. സമസ്താപരാധം. ഇനി ഒരു തുള്ളി മദ്യം ഞാൻ തൊടില്ല. എനിക്കാ കുഞ്ഞുണ്ണി വന്നതിന്റെ ശുഭലക്ഷണങ്ങളൊക്കെ കണ്ടു തുടങ്ങി. നല്ല സമയത്താ തനിക്ക് കുടി നിർത്താൻ തോന്നിയത്. ഇനി മര്യാദയ്ക്ക് ഇവിടെ നിന്ന് കാര്യങ്ങളൊക്കെ നോക്കി കണ്ട് നടത്തുക. എന്താ കുഞ്ഞുണ്ണിയെ താൻ കണ്ടില്ലല്ലോ. ഈശ്വര, 8 വയസ്സിൽ എയർപോർട്ടിൽ കൊണ്ടുവിട്ടപ്പോ കണ്ടതാ. ഇപ്പൊ വളർന്നു വലിയ ആളായി. കണ്ടോളൂ ഉണ്ണി, കുഞ്ഞുണ്ണി. എന്റെ അമ്മയെ പൊതുവാണ്. എന്റെ കൂടെ താമസിക്കാൻ മോൻ ഇങ്ങോട്ട് വന്നേ. കുഞ്ഞുണ്ണി, ഓർമ്മയുണ്ടോ ഈ വിദ്വാനെ? ആളാകെ മാറിപ്പോയി, തടി വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് പോയപ്പോഴുള്ള കുട്ടിയേ അല്ല. ഇതാ നമ്മുടെ പൊതുവാള്. മുഴുനേരം കുടിയായിരുന്നു. ഇപ്പതാ എല്ലാം നിർത്തി മാപ്പ് പറഞ്ഞു വന്നിരിക്കുക. അങ്ങനെ ചില അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്. പക്ഷെ ഞാനിവിടെ ജോയിൻ ചെയ്തു. സേതു, ഒന്നിങ്ങോട്ട് വരിക. എല്ലാം കലങ്ങി തെളിഞ്ഞു. ആര്? ഈ ഗോവിന്ദൻ. ഗോവിന്ദൻ? ആരാ ഉണ്ണി അവിടെ? ഇവിടെ ആരുമില്ല. ഈ നിക്കണ ഇവനെന്താ കാര്യം ചോദിച്ചത്? എനിക്ക് ഇവിടെ എന്ത് കാര്യം അറിയില്ലേ? ഓ, ഉണ്ണിയുടെ കാര്യല്ല ഇവൻ. ഈ തെണ്ടിക്ക് ഇവിടെ എന്താ കാര്യം ചോദിച്ചത്? അച്ഛനെ തെണ്ടിന്ന് വിളിച്ചാ? താൻ കല്ലുപിടിച്ചിട്ടില്ലേ? താൻ കല്ലുകൂടി നിർത്തിയെന്ന് പറഞ്ഞ കള്ള. തന്റെ കണ്ണ് കണ്ടറിയാ ചുവന്നിരിക്കുന്ന. താൻ കല്ലുപിടിച്ചിട്ടുണ്ട്. തമ്പുരാനെ, ഇവിടെ 2 പേരുണ്ട്. അതെ, 2 പേരുണ്ട്, ഞാനും കുഞ്ഞുണ്ണിയും. അതിനെന്താ? അങ്ങനെയാണെങ്കിൽ 3 പേരുണ്ട്. ഞാനേ, താനേ, കുഞ്ഞുണ്ണി. അങ്ങനെയാണെങ്കിൽ
4 പേരുണ്ട്. 4 അല്ല, കുറച്ച് കഴിയുമ്പോ ഇയാൾ പറയും 5, 10, 15, 20, 25, 30. നീ പോട പട്ടി. ഉണ്ണി താൻ പട്ടിനെ വിളിച്ചോ? കിടക്കണ പുറത്ത്. തമ്പുരാനെ, നായയുടെ വാല് പന്തിയിലാണ്ട് കൊല്ലം കുഴലിലിട്ടാലും നേരെ ആവില്ലെന്ന് പറഞ്ഞ പോലെ തന്റെ കാര്യം. അയ്യോ ഇവിടെ 2 2 അല്ല 3 ഇറങ്ങടാ കള്ളുടിയാ. കള്ളുടിയാ നിന്റെ അച്ഛനാ. അച്ഛന് പറഞ്ഞോണ്ട് അയ്യോ കാലിറക്കുന്നില്ല, തലയും കുത്തി വീണു. ഛർദിച്ചോ? അവിടെ ഛർദിക്കാൻ പോന്നു. ഞാൻ വീണ്ടും പറയുന്നു തമ്പുരാനെ, ഇവിടെ നന്നാവില്ല എന്ന് ശപഥം ചെയ്ത് ഇറങ്ങിയിരിക്കുക. പിന്നെ എന്താ ചെയ്യാ? പിന്നെ ഞാനിവിടെ കള്ളുടിയുണ്ടെന്നാ പറയണ്ടടാ. എന്തു പറ്റി അച്ഛാ? ഒന്നും പറ്റിയില്ലടാ. അവിടെ കിടന്ന് കൊതുകേടി കൊള്ളാൻ വയ്യാത്തതിന്റെ പേരിൽ നെഞ്ചുവേദന എന്നൊരു അടവെടുത്തതാ. നിന്നോട് എനിക്കൊരു ഇമ്പോർട്ടന്റ് കാര്യം പറയാനുണ്ട്. കേസിൽ 2 ഏടാകൂടങ്ങളേ ഉള്ളൂ. ഒന്നവന്മാരൻ്റെ പേര് വിളിച്ച് പറഞ്ഞത് അത് പ്രശ്നമാക്കണ്ട. പക്ഷെ ആ പൊതുവാള് അയാളല്ലാതെ വേറെ സാക്ഷിയില്ല. അപ്പം ഛേ, ഇവിടെ അപ്പം മുട്ടൊന്നും കിട്ടൂലടാ. എപ്പ നോക്കിയാലും ഈ തീറ്റയുടെ കാര്യമുള്ളൂ തണ്ടി. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? തട്ടിക്കളയാ അല്ലേ? പതുക്കെ പറയടാ. യുവമാർക്ക് മലയാളം അറിയില്ല അച്ചായ. വേറെ പലർക്കും അറിയാം. കാര്യം പരമരഹസ്യമായിരിക്കണം. കണ്ടാൽ ആക്സിഡന്റ് ആണെന്ന് തോന്നാവൂ. കൊലപാതകമാണെന്ന് തോന്നരുത്. അത് ഞാൻ ഏറ്റു. നമ്മുടെ ഗോവിന്ദൻകുട്ടിയും ആ ചെറ്റ തന്നെ അത്രയുടെ വരെയൊന്നും വരിക. ഇവൻ ആഫ്രിക്കയും അമേരിക്കയും ഒന്നും അല്ല. ഇവിടെയൊക്കെ തെണ്ടി തിരിഞ്ഞു നടക്കണ ഒരു കള്ള ചക്കനാണെന്ന് തമ്പുരാനോട് നേരിട്ട് അങ്ങോട്ട് പറഞ്ഞാ മതി. അത് ഞാൻ തമ്പുരാന്റെ ചോറ് ഞാനും കുറച്ചുള്ളതാ. ഇന്ന് ഇത് പൊളിച്ചു തരാം. താല് കാര്യം ചെയ്യും, ഒരു ഓട്ടോ വിളിച്ചോളൂ. ഞാൻ അപ്പോഴേക്ക് കുപ്പായൊക്കെ ഒന്ന് മാറ്റിട്ടാ. അതിന് കാണില്ല ഈ സാധനം. ഓട്ടോ ഒന്നും ഇങ്ങോട്ട് വരിക. വരുന്നു വരുന്നു. വെച്ച് കയറി. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ രഘുവീർ പട്ടി. പട്ടിയല്ല ഭട്ടി. ഭട്ടി ഇവിടുത്തെ പഴയ കമ്മീഷണറാ. ആഹാ. അവർക്കൊക്കെ ഇപ്പോഴും എന്റെ കാര്യത്തിൽ താല്പര്യമുണ്ട്. ഇവിടെ ഒരുത്തൻ ഉള്ളതും ഇല്ലാത്തതും എല്ലാം ഒരുപോലെയാ. അല്ല, ഞാനും വെച്ചിട്ടുണ്ട്. ആ കൊറേ കാലായി കേക്കാൻ തുടങ്ങിട്ട് വെച്ചിട്ടുണ്ട്. ഈ വെച്ചിട്ടുണ്ടെന്ന് പിന്നെ അത്താഴ ശീവേലി തൊഴുതിട്ടേ ഞങ്ങൾ വരും. മലാടിന്ന് ഇവിടെ വരെ വരാൻ തന്നെ 1.5 മണിക്കൂറാവും. ഞങ്ങൾ വൈകും. നമ്പീശം കഴിച്ചിട്ട് കിടന്നോളൂ. എന്നെയും കാത്തിരിക്കണ്ട. എന്റെ കയ്യിൽ താക്കോല് വേറെ ഉണ്ട്. ആക്ച്വലി ഇപ്പൊ വയസ്സ് എത്രയായി? പിറന്നാള് ദിവസമാണ് വയസ്സ് ചോദിക്കുന്നു. ഒന്ന് നോക്ക്. ഹലോ എലീന. കാത്തിരുന്ന് മടുത്ത് ഞാനും ഫോൺ വരും എന്ന് പറഞ്ഞ് എത്ര നേരം ആ കാത്തിരിക്കുക. താടക വീരാളിപ്പട്ട് ചുറ്റി ഇപ്പോഴല്ലേ കെട്ടിയെടുത്തത്. ഇനി നാട് മുഴുവൻ തെണ്ടി തിരിഞ്ഞ് എത്തുമ്പോഴേക്കും രാത്രിയാവും. ഇങ്ങനെ നമ്പീശേട്ടനെ ഒറ്റയ്ക്കൊന്ന് കിട്ടാൻ ഞാൻ എത്ര നാളെ ആഗ്രഹിക്കുന്നു അറിയൂ. ഈ ഷെൽഫില് മുഴുവൻ ചേട്ടന്റെ ബുക്കുകളാ. നമ്പീശേട്ടന്റെ ഓഫീസില്ലേ? ഇത്രയും വലിയ വീടുള്ളപ്പോ ഇനി എന്തിനോ വേറൊരു ഓഫീസ്? അപ്പോ പ്രതികളുടെ ഫയലുകളും മറ്റും ഒക്കെ ഇവിടെ തന്നെ ഉണ്ട്. എവരിതിങ് അണ്ടർ മൈ കൺട്രോൾ. I'm feeling very thirsty. Is it? കുടിക്കാൻ എന്താ തരുക? എന്താ വേണ്ടത്? കോള, പെപ്സി, ഫാൻറ്റ, ഫ്രൂട്ടി? ഫ്രഷ് ജ്യൂസ് ഒന്നുമില്ലേ? പിന്നെന്താ, ഫ്രഷ് ജ്യൂസ് ഉണ്ടാക്കി തരാം. only 5 minutes. तुम पास आए. എന്താ, എന്ത് പറ്റി? What happened? മുട്ടി ഇടിച്ച് വീണു. ഓ, ഞാൻ വിചാരിച്ച താടക വന്ന് കയറി. എവിടെ നോക്കട്ടെ. ജ്യൂസ് എവിടെ? ഓ, ഇപ്പൊ കൊണ്ടുവരാം. तुम पास आए. എന്താ? ഒന്നുമില്ല.
ജ്യൂസ് ജ്യൂസ് ഇപ്പൊ കൊണ്ടുവരാം. തന്നോട് ആരെവിടെ വരാൻ പറഞ്ഞത്? നീ എന്താ വിചാരിച്ച? നീ മനസ്സിൽ കാണുമ്പോൾ ഞാൻ മരത്തി കാണും. നീ ഇയാളും കൂടെ പണവും പറ്റിച്ച് മുങ്ങാനുള്ള പരിപാടിയല്ലായിരുന്നോ? तुम पास आए यूं मुस्कुराए तुम जाने ഇവിടെ വേണം ഇവിടെ. എന്താ ആർക്കായി ജ്യൂസ്? നിനക്ക് എനിക്കോ? ആ പാട്ട കാറൊന്ന് മാറ്റാൻ പറഞ്ഞിട്ട് എത്ര കാലായി? വഴിക്കത് പഞ്ചറായി, ടയർ മാറ്റി, വീണ്ടും പഞ്ചറായി, ഇനി വീണ്ടും ടയർ മാറ്റി മലാട് വരെ എത്തുമ്പോഴേ അമ്പലവും പൊട്ടി തിരുമേനി 7 വർഷം കഴിഞ്ഞിരിക്കും. അതുകൊണ്ട് ഒരു ടാക്സി പിടിച്ച് ഞങ്ങൾ ഇഞ്ഞു പോന്നു. ആ വർക്ക്ഷോപ്പുകാരനോട് വണ്ടി നന്നാക്കി ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. എന്തിനാ വെറുതെ കിടന്ന് ചുമക്കുന്നത്? മരുന്ന് എടുത്ത് കഴിച്ചൂടെ? നമ്പീശത്തിന് ആരോട് സംസാരിക്കണേ? നിന്റെ അമ്മയോട്. അമ്മ പുറത്തിരിഞ്ഞ് നിൽക്കല്ലേ? നിന്റെ അമ്മയുടെ പുറകിലുണ്ട് 3 കണ്ണ്. അതൊന്നുമല്ല, നമ്പീശൻ വാതിലിന് പുറകിൽ ആരോട് ഇല്ല, സംസാരിച്ചു? നിനക്ക് തോന്നിയതാവും. പോ. തോന്നിയതൊന്നുമല്ല, ഞാൻ കണ്ടതാ. ഇല്ല. നിങ്ങൾ ഇങ്ങോട്ട് മാറി നിൽക്കേ, ഞാനൊന്ന് നോക്കട്ടെ. ഞാൻ സമ്മതിക്കില്ല. എന്താ? ഈ വീട്ടിൽ എന്റെ വാക്കിന് ഒരു വിലയില്ല. ഞാൻ പറഞ്ഞ ആർക്കും വിശ്വാസവും എങ്ങനെ വിശ്വസിക്കും? വാക്കെടുത്ത കള്ളല്ലേ പറയുള്ളൂ. ഇങ്ങോട്ട് മാറ് മനുഷ്യ. ഞാൻ മാറില്ല. മാറ്. ഞാൻ മാറില്ല. ഞാൻ മാറില്ല. അയ്യോ. ആരാടി വാതിലിന്റെ പുറകില്? നിന്റെ അമ്മയുടെ നായരോ? എവിടെടി? നീ ആരടി കണ്ടത്? നിനക്ക് ആരെയാടി കാണണ്ട? പറയടി. അധികം സംസാരിക്കൊന്നും വേണ്ട. സംസാരിക്കും. ഇവിടെ ആരാ വന്നിട്ടുണ്ട്? ആരാച്ചാര്? എനിക്കറിയാം. ഈ വീട്ടിൽ ആരാ വന്നിട്ടുണ്ട്? അവർക്ക് വേണ്ടിയാ താൻ ജ്യൂസ് ഉണ്ടാക്കി. ജ്യൂസ്? കിണിക്കണ്ട, കിണിക്കണ്ട. പുറത്തൊരു കാർ കിടപ്പുണ്ടല്ലോ. കാറോ? പുക്കാറൊന്നുമല്ല, കാറ്, കാറ്. തനിക്കിപ്പോ ചെവിയും കേട്ടുവിടാതായോ? ഇവിടെ ആരും വന്നതല്ലെന്നേ. ഇവിടെ വന്നതല്ലെങ്കിൽ ഇവിടത്തെ മുറ്റത്ത് എങ്ങനെയാ കാർ കിടക്കുന്നത്? സത്യം പറയണോ? ആർക്കാ ജ്യൂസ് ഉണ്ടാക്കിയത്? ഞാനോ ജ്യൂസ് കുടിക്കില്ല. ഞങ്ങളാണെങ്കി ഇവിടെ ഇല്ല. പുറത്തൊരു കാർ കിടപ്പുണ്ട്. സത്യം പറഞ്ഞോണം, ഉരുണ്ട് കളിക്കരുത്. പറപ്പിക്കും ഞാൻ. നിന്റെ ജ്യൂസ് റെഡിയാ. ഗ്രേപ്പ് ജ്യൂസ് ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് ഓറഞ്ച് ജ്യൂസ് ആണോ ഉണ്ടാക്കിയിരിക്കുന്നത്? ഓക്കെ, ദാറ്റ്സ് ഓൾ റൈറ്റ്. അപ്പൊ കേട്ടോ നമ്പീശ, കേസിന്റെ പൊസിഷൻ ഇപ്പൊ ഇങ്ങനെയാണ്. വാദിയും പ്രതിയും ഒരേ മുറിയിലായതുകൊണ്ട് രക്ഷപ്പെടണമെങ്കിൽ ഒരു സാക്ഷി വേണം. പിന്നെ ആ ടോയ്ലറ്റിലെ ഫ്ലഷ് നന്നായിട്ട് വർക്ക് ചെയ്യുന്നില്ല. ആരെങ്കിലും വിളിച്ചൊന്ന് നന്നാക്കണം. നിങ്ങളാരാ? ഇതാണോ ചേട്ടൻ നേരത്തെ ആ പറഞ്ഞ താടക? എപ്പോ? നമ്പീശ, എന്നെ താടകാന്ന് വിളിച്ചോളേ. ഞാൻ ഒരു നാടകത്തിന്റെ കാര്യം പറഞ്ഞതാ. അതല്ല ചേട്ടാ, ചേട്ടൻ പറഞ്ഞില്ലേ ഈ വീട്ടിലൊരു താടകയുണ്ടെന്ന്. അവരിവരാ? നമ്പീശ, ആര്? അതെ, കേസിനെടുത്ത നാടക. ഏത് കേസ്? പൂച്ച കച്ചവടത്തിന്റെ അതെ, കേസ്. അതെ, പൂച്ച അത് കച്ചവടത്തിന്റെ. നഷ്ടമായിരുന്നില്ലേ? പൂച്ച നഷ്ടമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കച്ചവടം തുടങ്ങിയപ്പോ ലാഭമായിരുന്നു. അപ്പൊ എന്തായിരുന്നു കേസ്? അത് കൊലപാതകം. പൂച്ച അച്ചാറിനെ കൊന്നാ? പൂച്ച ആറിനെ കൊന്നാ? അച്ചാറ് നിന്ന് പൂച്ച ചത്ത്. നിങ്ങൾ പറയുന്ന ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഏത് കേസ്, ഏത് അച്ചാറ്, ഏത് പൂച്ച? ആരാ ഇയാള്? എന്റെ പേര് ജനാർദ്ദന പൈ. ഈ പയ്യൻ പൈ എന്ന് കേട്ടിട്ടുണ്ടോ? ആരെ? പയ്യൻ കോ എന്ന് കേട്ടിട്ടുണ്ടോ? ആഹാ. പയ്യൻ എന്ന് കേട്ടിട്ടുണ്ടോ? ആ. അത്ര അറിഞ്ഞാൽ മതി. ഞാൻ ഈ സാറുമായിട്ട് ഒരു കേസിന്റെ ഡിസ്കഷന് വന്നതാ. ഞാൻ വന്നപ്പോ നിങ്ങളെ കണ്ടില്ലല്ലോ. ഞാൻ ടോയ്ലറ്റിലായിരുന്നു. വെളിയിൽ കിടക്കുന്ന കാറ് അതെ, എന്റെ കാർ. എന്റെ കാർ. വഴിയിലാണോ കാർ ഇടുന്നത്? ഞങ്ങളൊക്കെ സാറിന് വഴിയിലാണ് കാർ ഇടുന്നത്. ഇവിടെ ഇങ്ങനെ പുരപ്പുറത്താണ് കാർ ഇടുന്നത്. ആണോ നമ്പീശ? അല്ലല്ല. ഓക്കെ, സോറി. അപ്പൊ കേസിന്റെ കാര്യം നാളെ നമുക്ക് കോർട്ടിൽ വെച്ച് ഡിസ്കസ് ചെയ്യാം. ബൈ ബൈ ബൈ. അമ്മേ, ദേ ഒരു മാല. മാലയോ? ഇതേതാ ഈ മാല? മാല? ഇതാണ് കുറെ നാളായിട്ട് വെച്ചിട്ടുണ്ടെന്ന് നമ്പീശൻ എന്നോട് പറഞ്ഞതല്ലേ? ഓ, ഇപ്പോഴെങ്കിലും ഇത് തോന്നിയല്ലോ. എനിക്ക് ഇഷ്ടായി. ഇഷ്ടായല്ലേ? എനിക്കറിയാം ഇഷ്ടാവും. മാല ഇഷ്ടായി, നമ്പീശനെ ഇഷ്ടായി. സത്യം പറഞ്ഞ കുറെ നാളായിട്ട് ഇപ്പോഴാ നമ്പീശനെ ഇഷ്ടായത്. ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്.